ആ എവിടാന്ന് പറഞ്ഞില്ല, ഫോണൊക്കെ സ്വിച്ച് ഓഫ് ആവുന്നത് വലിയ കളിയാ, നമ്പർ 1 കളിയാ. അതാ നമ്മ മാമന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആക്കും. അതാ ആ ഇവരിപ്പോ ഫോണൊക്കെ സ്വിച്ച് ഓഫ് ആക്കി എടുത്തു. നമ്പർ ഫോണാ. ഒന്നും അറിയത്തില്ല. ഏതാണ്ട് എങ്ങാണ്ടൊക്കെയാണെന്നാ പറയുന്നത്. നമ്മുടെ പുറകിലും കുറെ ആൾക്കാരെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ച് നമുക്ക് എതിരെ ഭയങ്കര ഇതാ പണ്ടത്തെ പോലെ. എവിടെ? നമ്മുടെ വീടിനടുത്തൊന്നും ഇല്ല. നമ്മുടെ വീടിനടുത്ത് വരാൻ ഭൂമിയോ വരാൻ അതൊന്നും ഇല്ല. അത് ഇതെല്ലാം എന്റെ അമ്മയുടെ വീട് പന്തമല്ലേ, ഇവിടെ ഓലവെട്ടി അല്ലല്ലോ. ആ എന്റെ അച്ഛൻ്റെ ആയിരുന്നു ഓലവെട്ടി അമ്പലം. ആണോ? അവിടെയൊന്നും ഇല്ല ഇത്, അവിടെയൊന്നും ഇല്ലെന്ന് അറിയുക. ഇല്ലില്ല, പണ്ടത്തെ ഓഹരി ഇവർ പണ്ടേ വിറ്റിട്ട് അമ്മയുടെ തന്നെ ഒരു അനിയത്തിയുടെ മോന് വിറ്റായിരുന്നു. അന്നേരം എത്രയോ 11-12 ലക്ഷം രൂപ കിട്ടിയതെല്ലാം എന്റെ അനിയത്തിയോട് വാങ്ങിക്കൊണ്ട് പോയെന്ന് അറിയുക. നമുക്കറിയത്തില്ല. അത് പാലക്കാടാ. ഈ അവനറിയാം, ഈ പാലക്കാടാ കുറെ കള്ളര് ചെന്നൊക്കെ ഇവിടുത്തെ സ്ഥലം അവനറിയാമോ? അത് ഇവിടുന്നൊക്കെ ഒത്തിരി അവൻ ഈ പഴയ വീടുണ്ട്. നമ്മളതിനകത്താണ് താമസിക്കില്ല. നാം വന്നിട്ടില്ല. ഒരു ദിവസം മാമ ഒരു ദിവസം മാമ കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. ഇവിടെ കുറെ അവന്മാരൊക്കെ എന്റെ അനിയത്തി പറഞ്ഞ അനിയത്തി വേണമെന്നൊക്കെ ഉള്ള ഇങ്ങനെ നടത്തി അവളുടെ രണ്ട് മക്കളൊക്കെ പറഞ്ഞാൽ നമ്മുടെ മക്കൾ എന്റെ ആരാ, എന്റെ വലിയ നമ്മുടെ മക്കൾ. അത് തന്നെ എന്റെ കൊച്ചിനെ വകവരുത്തണമെന്നൊക്കെയാണ് വലിയ ചിന്തകൾ ഒത്തിരി ഉണ്ട് മാമ. നമ്മളെ അതുപോലെ എങ്ങനെയെങ്കിലും ഒക്കെ വകവരുത്തണമെന്നും പല പല ഇതാ. മാമ ഇവിടെ ഒരു ദിവസം ഒന്ന് വാങ്ങാം, അടുത്താഴ്ചയോ മറ്റൊന്ന് വാങ്ങണം. മാമന് ഞാൻ വഴി പറഞ്ഞുതരാം, ഒരു പാടുമില്ല വഴി.
കിലോമീറ്റർ ഞങ്ങളുടെ വീട്ടിൽ. അത്രേ ഉള്ളൂ, അതിൽ കൂടുതലേ ഇല്ല മാമ. ആ നല്ല റോഡ് മാമയ്ക്ക് പോന്നാൽ മതി. ഒടകത്തിയവിടെ ഒരു മേശയെന്ന് പറഞ്ഞൊരു റോഡുണ്ട്. അവിടെ മേശയുടെ ജസ്റ്റ് എന്താ ലെഫ്റ്റ് സൈഡിലൂടെ കിഴക്കോട്ട് മാമ അവിടെ വരുമ്പോൾ മാമന്റെ റൈറ്റ് സൈഡിലൂടെ തന്നെ ചെയ്യണം. മേശയെന്ന് അതിൻ്റെ ജസ്റ്റ് ആ മേശയുടെ ലെഫ്റ്റ് സൈഡിൽ കൂടെ കിഴക്കോട്ട് വഴിയുണ്ട്. അവിടെ അവിടെ വന്നാൽ മതി മാമ. നിങ്ങൾക്ക് അതിൻ്റെ ലെഫ്റ്റിലോട്ട് വന്നാൽ അതിൻ്റെ ഇങ്ങനെ പറ്റിയ കള്ളത്തരങ്ങളൊക്കെ ആയിട്ട് നമ്മളെ വീട്ടിലെ മമ്മി കാണാൻ നമ്മൾ കുറെ കാര്യങ്ങൾ കാണിച്ചു തരാം. നമ്മുടെ ക്യാമറ അടിച്ച് പൊട്ടിച്ചതും നമ്മളോട് ഇപ്പം ഇവൻ ചെയ്യിപ്പിക്കുന്നതല്ലേ, ഇവൻ കുറെ എണ്ണം കൂടെ ചെയ്യിപ്പിക്കുന്നതില്ല. ആ മാമ ഇത് നമ്മൾ പറയുന്നത് സത്യമാണോ ഇല്ലെന്ന് മാമനും ഒന്ന് അറിയണമല്ലോ. മാമനൊന്ന് വാ, അതുപോലെ നമുക്ക് ഇത് ഈ സ്വർണത്തിന്റെ കാര്യം ഒന്ന് ഇതാക്കണം. മാമൻ അറിയുന്നവരാരെങ്കിലും കാണുമല്ലോ. എന്തായാലും SNDP കമ്മിറ്റി അംഗങ്ങളും ഒക്കെ കാണത്തില്ലേ. ആ ആ ആ പിന്നെ ആരാ കുറച്ച് ബാബു എന്ന് പറയുന്ന കമ്മിറ്റിയായിട്ടൊക്കെ വല്ല ഇതുണ്ടോ മാമൻ? ആ ആ അമ്മ മാമ ഇവന്മാര് പുറമേ വലിയ ശത്രുത കാണിക്കുന്ന ഇവന്മാരുടെ അകമേ വലിയ കണക്ഷൻ. മാമൻ അറിയാമോ? ആ ഇപ്പൊ ഈ ബിജു എന്ന് പറയുന്നവനും ഈ ജോലി എന്ന് പറയുന്നവനും ഇവൻ ഈ പോലത്ത് ബാബു എന്ന് പറയുന്നവന്മാരൊക്കെ പുറമേ ഭയങ്കര ശത്രുത പോലാണെങ്കിൽ അകമേ ഇവന്മാർ വലിയ കള്ളന്മാർ, വലിയ ഇതായിട്ട് കേട്ടോ. ആ ആ ചുമ്മാ പറയുന്ന ഇവന്മാർ വലിയ ശത്രുക്കളാണ്. ആ മാമൻ അറിയത്തില്ലയോ എന്നെ വാട്സ് ബാബുവിനെയൊക്കെ? ആ ആ മൂണ്ടായിട്ടും ഇതുമായിരുന്നു. ഇതുപോലെ ഈ ബിജു എന്ന് പറയുന്നവൻ ഇതിനകത്ത് മുന്നിട്ട് ഇടവരുന്നില്ല. ഇവൻ അതിനകത്ത് വലിയൊരു മാസ്റ്റർ മൈൻഡ് കേട്ടോ, വലിയ കള്ളന്. അപ്പം ആരെയും മുഖത്ത് നോക്കത്തില്ല, നമ്മളറിയോ അത്. ആ അതുപോലെ തുമ്പോട്ടുള്ളതെല്ലാം ഈ നമ്മുടെ അനിയത്തിമാരെ ഇപ്പം പൊളിച്ചവനെ പൊളിഞ്ചിനെ ആയിരുന്നല്ലോ പിന്നെ രണ്ടാമത് കല്യാണം കഴിക്കുന്നത് നമ്മുടെ അനിയത്തി പറയുന്നത്. അത് നെടുമത്തെ സുരേഷ് കൊടുത്തായിരുന്നു. അതൊക്കെ മാൻ അറിയാവൂ? ആ അവര് വരാൻ പണി. ആ ആ ആ കഴിഞ്ഞു. അത് അതിൽ നിന്ന് കിട്ടിയത് 10 ലക്ഷം എൻ്റെ അനിയത്തി ഒരാൾ വാങ്ങിച്ചെടുത്തു. ആ ആ അവർക്കാണ് ഇതെല്ലാം കൊടുക്കുന്നത്. മുഴുവൻ എന്തുവാ തട്ടിയെടുക്കുന്ന അവളാ കേട്ടോ. ആ ആ കുഞ്ഞമ്മ കുഞ്ഞമ്മയെന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയുടെ കൂടെ തന്നെ ജനിച്ചത്. നേരത്തെ ആ കുഞ്ഞമ്മേനും വല്യമ്മേനൊന്നും പറയേണ്ട കാര്യമില്ല, കൂടെ ഉള്ളവരാ. ഒരു അങ്ങനെ വലിയ വ്യത്യാസമൊന്നുമില്ല. ഒരേ ദിവസം ഉണ്ടായത്, ഒരേ ദിവസം ഒരേ സമയം. വലിയ വ്യത്യാസം മിനിറ്റുകളുടെ വ്യത്യാസം കാണിക്കും. അത് എൻ്റെ അച്ഛൻ്റെ റേഷൻ കാർഡ് അവരുടെ കയ്യിലാണ്. ആ മാമൻ എന്തോ അറിയാം, മാമ വർഷങ്ങളായിട്ട് അവള് വലിയ പൈസ ഫുള്ള് എടുത്തോണ്ടിരിക്കുന്ന അവളായിരുന്നു കേട്ടോ. ഫുള്ള് എൻ്റെ അച്ഛൻ്റെ കാർഡ് വെച്ച് അവളായിരുന്നു ഫുള്ള് പൈസ എടുക്കുന്നത്. പിന്നെ ഞാൻ ഡൽഹി പോയതാണ് മാമ, അങ്ങനെയാണ് എനിക്ക് പൈസ തരാൻ തുടങ്ങിയത്. നമുക്ക് എല്ലാവരും ചെയ്യുന്നുണ്ട്. അവളായി എടുത്തുകൊണ്ടിരിക്കുന്നത് ഇതെല്ലാം. ഞങ്ങൾക്ക് ഫാർമസി കോളേജ് ജോലിയാണെന്നൊക്കെയാണ് പറയുന്നത്.